CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടൽ വെട്ടുകാട് ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ 23 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കൂനമുച്ചി കൊള്ളന്നൂർ വീട്ടിൽ സേവിയറിന്റെ മകൻ നവീനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ക്വാറിക്ക് സമീപത്ത് കൂട്ടുകാരുമൊത്ത് ഇരിക്കുകയായിരുന്ന യുവാവ് നീന്താൻ വേണ്ടി ക്വാറിയിൽ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോകുകയായിരുന്നു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിനകത്തെ മുറിഞ്ഞു വീണ തേക്കുമരം മുറിച്ചുമാറ്റിയ വിവാദത്തിൽ പ്രതികരണവുമായി സ്കൂൾ പ്രിൻസിപ്പാൾ. ദുരുദ്ദേശപരമായ നീക്കത്തെ താൻ തടഞ്ഞതിനാലാണ് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴച്ചതെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥകളാകുന്നു. പാറേമ്പാടത്ത് വെള്ളം ഒഴുകിപ്പോകാനായി റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച കൾവട്ടിന് സമീപത്താണ് നിരവധി വാഹനങ്ങൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഗട്ടറിൽ വീണ് താഴ്ന്ന് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത്. പറക്കാട് ജ്യോതി അങ്കണവാടിയിൽ നിന്നും 35 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ KA മീനാക്ഷിക്ക് ജ്യോതി അങ്കണവാടി നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ MH നൌഷാദിനെ കയ്യേറ്റം ചെയ്ത എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ്, ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത് എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. ബുധനാഴ്ച രാവിലെ കേച്ചേരിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി 7ാം വാർഡിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന റോഡുകൾ വൃത്തിയാക്കി. വാർഡ് കൌൺസിലർ മഞ്ജു സുഷിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പേവിഷബാധയെന്ന് സംശയം. എളവള്ളിയിൽ തെരുവുനായിയെ കൂട്ടിലാക്കി നിരീക്ഷണം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കോക്കൂർ മേഖലയിൽ പരിഭ്രാന്തി പരത്തിയ തെരുവുനായിയെ പേവിഷബാധയുണ്ടെന്ന സംശയത്തിൽ പിടിച്ച് കൂട്ടിലടച്ചു. വേലൂർ പഞ്ചായത്തിലെ സ്കൂളുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനം നടത്തി. പഴഞ്ഞി യുവധാര സംഘടിപ്പിക്കുന്ന 4ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരങ്ങൾ ചൊവ്വാഴ്ച പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15ാം വാർഡിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ കോൺഗ്രസ് ആദരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ SFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി SFI പ്രവർത്തകർ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. SSLC +2 CBSE പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. വേലൂർ പഞ്ചായത്ത് 13ാം വാർഡ് വെള്ളാറ്റഞ്ഞൂർ അയ്യങ്കോവിൽ കുളം വാർഡ് മെമ്പറും വികസനകാര്യ ചെയർമാനുമായ ജോയ് CFന്റെ നേതൃത്വത്തിൽ CPMന്റെയും DYFയുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ശുചീകരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ 13ാം വാർഡ് പെരുമണിൽ വാർഡുതല ശുചീകരണം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററും സംയുക്തമായി സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. മന്നലാങ്കുന്ന് പള്ളി ഷൈഖ് ഹാൾറമി തങ്ങളുടെ ഉറൂസിന് തുടക്കം കുറിച്ച് മുട്ടും വിളിയും തുടങ്ങി. പാലക്കാട് സ്വദേശി ഉസ്താദ് ഹുസൈനും സംഘവുമാണ് ഉറൂസ് വരവ് അറിയിച്ച് വീടുകളിലെത്തി ഷഹനായി വിളിച്ചും ചെണ്ട കൊട്ടിയും ഉറൂസ് അറിയിക്കുന്നത്. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം ചേർന്നു. SDPI കരിക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഷംസുദ്ദീൻ അനുസ്മരണ യോഗം ചേർന്നു. WSKF നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ കരാത്തെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാഗ അയ്യപ്പൻ മാസ്റ്റർ വായനശാലയിൽ നടന്ന അനുമോദന ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര നടന്നു. BAMS ബിരുദം നേടിയ ആതിര KSനെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ആദരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.